ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കരോൾ ത്രേസ്യാമ്മ അബ്രഹാം. പ്രധാന വാർത്തകൾ. ഡൽഹിയിലെ 11,000 കോടി രൂപയുടെ സുപ്രധാന ദേശീയപാത പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പരമാവധി സുതാര്യതയാണ് രാജ്യത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കലിന്റെ മുഖമുദ്രയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്ക് ഡൽഹിയിൽ ഊഷ്മള വരവേൽപ്പ്. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് മലയാളികൾ. കൃഷിയുടെ സമസ്ത മേഖലകളിലും സംസ്ഥാന സർക്കാർ ഇടപെടുന്നുവെന്ന് കർഷക ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ മേഘവിസ്ഫോടനത്തിൽ 7 മരണം. ഹിമാചലിൽ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടം. കേരളത്തിൽ മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഡൽഹിയിലെ രോഹിണിയിൽ 11,000 കോടി രൂപയുടെ 2 പ്രധാന ദേശീയപാത പദ്ധതികൾ അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പൊതുയോഗത്തെയും ശ്രീ മോദി അഭിസംബോധന ചെയ്യും. ദ്വാരക അതിവേഗ പാതയുടെ ഡൽഹി ഭാഗവും എൻസിആറിലെ അർബൻ എക്സ്റ്റൻഷൻ റോഡ് 2ാം ഘട്ടവുമാണ് പ്രധാനമന്ത്രി ഇന്ന് ഉദ്ഘാടനം ചെയ്യുന്നത്. ഡൽഹിയിൽ ഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും തിരക്ക് കുറയ്ക്കുന്നതിനും സഹായിക്കുന്നവയാണ് പദ്ധതികൾ. ദ്വാരക അതിവേഗ പാതയുടെ 10.1 കിലോമീറ്റർ നീളമുള്ള ഡൽഹി ഭാഗം ഏകദേശം 5,360 കോടി രൂപ ചെലവിലാണ് വികസിപ്പിച്ചത്. ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻഷു ശുക്ലയ്ക്ക് ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഊഷ്മള സ്വീകരണം. ഇന്ന് പുലർച്ചെ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ്, ഡൽഹി മുഖ്യമന്ത്രി രേഖ ഗുപ്ത, ISRO ചെയർമാൻ വി നാരായണൻ എന്നിവർ അദ്ദേഹത്തെ സ്വീകരിച്ചു. ദൌത്യത്തിന് ശേഷം അമേരിക്കയിൽ തുടരുകയായിരുന്നു അദ്ദേഹം. ഈ വർഷം ജൂൺ 25-ന് ഫ്ളോറിഡയിലെ കെന്നഡി ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്ന് വിക്ഷേപിച്ച നാസയുടെ ആക്സിയം 4 ദൌത്യത്തിന്റെ ഭാഗമായിരുന്ന ശുഭാൻഷു കഴിഞ്ഞ മാസം 15-നാണ് ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയത്. ഇന്ത്യയുടെ ആദ്യത്തെ മനുഷ്യ ബഹിരാകാശ യാത്രാ ദൌത്യമായ ഗഗൻയാനിന് വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടവരിൽ ഒരാളാണ് ശുഭാൻഷു. IIT ഡൽഹിയിലെ വിദ്യാർത്ഥികളുമായി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ഇന്ന് ആശയവിനിമയം നടത്തി. സാങ്കേതിക, സാമ്പത്തിക രംഗങ്ങളിൽ പരമാധികാരം കൈവരിക്കുന്നതിനും രാജ്യത്തിന്റെ സാധ്യതകൾ ശക്തിപ്പെടുത്തുന്നതിനും നമ്മുടെ യുവതയുടെ കഴിവും പരിശ്രമവും വഴി തുറക്കുമെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി അഭിപ്രായപ്പെട്ടു. സ്വയം പര്യാപ്തത, ദേശീയ താൽപര്യം മുൻനിർത്തിയുള്ള കൂട്ടായ പരിശ്രമം തുടങ്ങിയവയ്ക്ക് വിദ്യാർത്ഥികൾ പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. രാജ്യത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കലിന്റെ പ്രധാന സവിശേഷത അതിന്റെ സുതാര്യതയാണെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. വിവിധ ഘട്ടങ്ങളിലായി നടക്കുന്ന പ്രവർത്തനത്തിൽ ഉടനീളം രാഷ്ട്രീയ പാർട്ടികളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ടെന്നും കമ്മീഷൻ പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഒരു റിപ്പോർട്ട്. മുൻ തെരഞ്ഞെടുപ്പുകളിലെ വോട്ടർ പട്ടികകളിൽ തെറ്റുണ്ടെന്ന രാഷ്ട്രീയ പാർട്ടികളുടെ ആരോപണങ്ങളെ കമ്മീഷൻ കുറ്റപ്പെടുത്തി. പട്ടിക സംബന്ധിച്ച വിഷയങ്ങൾ ഉന്നയിക്കാൻ അതത് തെരഞ്ഞെടുപ്പുകൾക്ക് മുൻപ് സമയം അനുവദിക്കാറുണ്ടെന്നും സ്ഥാനാർത്ഥികൾക്കും പാർട്ടികൾക്കും പട്ടികകൾ കൈമാറുന്നതിന്റെ കൃത്യമായ ഉദ്ദേശം അതാണെന്നും കമ്മീഷൻ വ്യക്തമാക്കി. ഇത്തരം ആരോപണങ്ങൾ അനുവദിക്കപ്പെട്ട സമയത്തിനുള്ളിൽ ഉന്നയിച്ചിരുന്നുവെങ്കിൽ അവ പരിശോധിക്കാനും തെറ്റുണ്ടെങ്കിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് പരിഹരിക്കാനും കഴിയുമായിരുന്നുവെന്ന് കമ്മീഷൻ അറിയിച്ചു. കരട് പട്ടിക കൃത്യമായി പരിശോധിക്കാൻ ചില പാർട്ടികൾക്കും അവരുടെ ബൂത്ത് തല പ്രതിനിധികൾക്കും കഴിഞ്ഞില്ലെന്നും കമ്മീഷൻ നിരീക്ഷിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ആരോപിക്കപ്പെടുന്ന ക്രമക്കേടുകൾ ഉയർത്തിക്കാട്ടി മുതിർന്ന കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് റൈറ്റ്സ് യാത്രയ്ക്ക് ബീഹാറിലെ സസറാമിൽ തുടക്കം. 16 ദിവസത്തെ യാത്ര സംസ്ഥാനത്തെ 25 ജില്ലകളിലൂടെ കടന്നുപോകും. തൃശൂരിൽ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് മറുപടി നൽകേണ്ടതെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. കേന്ദ്രമന്ത്രി ആയതിനാലാണ് വിഷയത്തിൽ പ്രതികരിക്കാത്തതെന്നും അദ്ദേഹം പറഞ്ഞു. തൃശൂരിലെ ശക്തൻ പ്രതിമയിൽ മാല ചാർത്തിയ ശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. ബിജെപി പാർലമെന്ററി ബോർഡ് യോഗം ഇന്ന് ന്യൂഡൽഹിയിൽ ചേർന്നേക്കും. ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്യുമെന്ന് പാർട്ടി വൃത്തങ്ങൾ അറിയിച്ചു. നേരത്തെ NDA സഖ്യം ഉപരാഷ്ട്രപതി സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നതിനുള്ള അധികാരം പ്രധാനമന്ത്രിയും മുതിർന്ന പാർട്ടി നേതാവുമായ നരേന്ദ്രമോദിക്കും ബിജെപി ദേശീയ അധ്യക്ഷൻ JP നഡ്ഡയ്ക്കും നൽകിയിരുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AIR ന്യൂസ് TVM X ഹാൻഡിലും ലഭ്യമാണ്. പുത്തൻ പ്രതീക്ഷകളുമായി പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് മലയാളികൾ. സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുതുവർഷമാണ് മലയാളികൾക്ക് ചിങ്ങമാസം. കൊല്ലവർഷത്തിന്റെ തുടക്കമായ ഇന്ന് കേരളത്തിന് കർഷക ദിനം കൂടിയാണ്.
നമ്മുടെ കാർഷിക മേഖല വലിയ പ്രതിസന്ധികൾ നേരിടുന്നതായി മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാന കർഷക ദിനാഘോഷവും കർഷക അവാർഡ് വിതരണവും തൃശൂരിൽ ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കൃഷിയുടെ സമസ്ത മേഖലകളിലും സംസ്ഥാന സർക്കാർ ഇടപെടുന്നുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. കാർഷിക മേഖല വലിയ അനിശ്ചിതത്വങ്ങൾ നേരിടുന്ന ഘട്ടമാണ്. കാലാവസ്ഥാ വ്യതിയാനം പോലെയുള്ള വെല്ലുവിളികൾ ഒരു വശത്ത്, വർദ്ധിച്ചു വരുന്ന ഉൽപാദന ചെലവുകളും വിപണി അനിശ്ചിതത്വവും മറ്റൊരു വശത്ത്. ഈ പ്രതിസന്ധികളെ മറികടന്നു വേണം നമുക്ക് മുന്നോട്ട് പോകാൻ. അതിനുതകും വിധം ഉൽപാദന മേഖലയിൽ, വിപണന മേഖലയിൽ, മൂല്യവർദ്ധന മേഖലയിൽ ഒരുപോലെ ഇടപെടുന്ന സമീപനമാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അതിനെല്ലാം ഫലം കാണുന്നുണ്ട് എന്നതും വസ്തുതയാണ്. കേരളത്തിൽ മഴ ശക്തി പ്രാപിക്കുന്നു. ഇന്ന് കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രതയും എറണാകുളം മുതൽ വയനാട് വരെയുള്ള ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയും പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ മേഘവിസ്ഫോടനത്തിൽ 7 പേർ മരിച്ചു, 6 പേർക്ക് പരിക്കേറ്റു. ഇന്നലെ രാത്രി ജോത്ഖാഡി ഗ്രാമത്തിലാണ് മേഘവിസ്ഫോടനമുണ്ടായത്. പ്രദേശത്ത് ജമ്മു പോലീസ്, സംസ്ഥാന ദുരന്ത പ്രതികരണ സേന എന്നിവരുടെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. മേഖലയിലെ സ്ഥിതിഗതികൾ സംബന്ധിച്ച് ജമ്മുകശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹയുമായി മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായും സംസാരിച്ചതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ പറഞ്ഞു. ജമ്മുകശ്മീർ ജനതയ്ക്ക് എല്ലാ പിന്തുണയും ഉറപ്പാക്കുമെന്നും അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ജമ്മുകാശ്മീരിലെ കിഷ്ത്വാറിൽ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ വെള്ളപ്പൊക്കത്തിൽ കാണാതായവരെ കണ്ടെത്തുന്നതിനാണ് അടിയന്തര മുൻഗണനയെന്ന് കേന്ദ്ര സഹമന്ത്രി ജിതേന്ദ്ര സിംഗ്. ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി കിഷ്ത്വാറിലെ ചിസോട്ടി ഗ്രാമം സന്ദർശിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് സ്ഥിതിഗതികൾ വിലയിരുത്തുന്നുണ്ടെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു. ദുരന്തത്തിൽ ഇതുവരെ 60-ലേറെ പേർക്ക് ജീവൻ നഷ്ടമായി, 100-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഹിമാചൽ പ്രദേശിലെ മാണ്ഡി ജില്ലയിൽ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടം. വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലിലും നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. ചണ്ഡീഗഡ് മണാലി ദേശീയപാതയിലെ മാണ്ഡി കുളു റോഡിൽ ഗതാഗതം തടസ്സപ്പെട്ടു. ആളപായം റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായുള്ള ഹർ ഘർ തിരംഗ ക്യാമ്പയിന് ഇത്തവണ ലഭിച്ചത് വൻ പിന്തുണ. ഇന്നലെ വൈകിട്ട് 6 മണിവരെ 7.5 കോടിയിലധികം പേരാണ് ക്യാമ്പയിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് തിരംഗ സെൽഫികൾ അപ്ലോഡ് ചെയ്തത്. ക്യാമ്പയിന് നൽകിയ പരിപൂർണ പിന്തുണയിൽ കേന്ദ്ര സാംസ്കാരിക മന്ത്രി ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത് ജനങ്ങളെ അഭിനന്ദിച്ചു. ഇന്ത്യൻ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി 2 ദിവസത്തെ നേപ്പാൾ സന്ദർശനത്തിനായി ഇന്ന് രാവിലെ കാഠ്മണ്ഡുവിലെത്തി. പ്രധാനമന്ത്രി KP ശർമ്മ ഒലിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. പ്രസിഡന്റ് രാമചന്ദ്ര പൌഡലുമായും രാഷ്ട്രീയ പാർട്ടി നേതൃത്വവുമായും ശ്രീ മിശ്രി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. വിദേശകാര്യ സെക്രട്ടറി അമൃത് ബഹദൂർ റായിയുമായി പ്രതിനിധിതല ചർച്ചകൾ നടത്തും. കണക്ടിവിറ്റി, വികസന സഹകരണം എന്നിവ ചർച്ചാ വിഷയമാകും. രാജ്യത്ത് ഉപഭോക്തൃ തർക്ക പരിഹാരത്തിൽ ജൂലൈ മാസം 10 സംസ്ഥാനങ്ങളും ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനും ചേർന്ന് 100% തീർപ്പാക്കൽ നിരക്ക് രേഖപ്പെടുത്തിയതായി ഉപഭോക്തൃകാര്യ മന്ത്രാലയം. തമിഴ്നാട് 277%, രാജസ്ഥാൻ 214% തീർപ്പാക്കൽ നിരക്ക് രേഖപ്പെടുത്തി. കേരളം 122% കേസുകൾ തീർപ്പാക്കി. NRIകൾ ഉൾപ്പെടെ 2 ലക്ഷത്തിലധികം ഉപയോക്താക്കൾ ഈ ജാഗ്രതി പ്ലാറ്റ്ഫോമിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഈ വർഷം മാത്രം ഇതുവഴിയാകെ 85,531 കേസുകൾ ഫയൽ ചെയ്തിട്ടുണ്ട്. എയർ കാനഡ വിമാന സമരത്തിൽ ഇടപെട്ട് കനേഡിയൻ ഭരണകൂടം. ഇതുവരെ 100 കണക്കിന് വിമാന സർവീസുകളെയാണ് സമരം ബാധിച്ചത്. വിമാന സമരം രാജ്യത്തെ സാമ്പത്തിക രംഗത്തിനും പൌരന്മാർക്കും ഉണ്ടാക്കാനിടയുള്ള ആഘാതം വളരെ വലുതാണെന്ന് കനേഡിയൻ തൊഴിൽ മന്ത്രി പാറ്റി ഹൈഡു അഭിപ്രായപ്പെട്ടു. എന്നാൽ ലിബറൽ പാർട്ടി ചാർട്ടർ അവകാശങ്ങൾ ലംഘിക്കുകയാണെന്ന് കനേഡിയൻ പബ്ലിക് എംപ്ലോയീസ് യൂണിയൻ ആരോപിച്ചു. ഡ്യൂറൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ മോഹൻ ബഗാൻ സൂപ്പർ ജയന്റ് ഈസ്റ്റ് ബംഗാളിനെ നേരിടും. കൊൽക്കത്തയിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്കാണ് മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹിയിലെ 11,000 കോടി രൂപയുടെ സുപ്രധാന ദേശീയപാത പദ്ധതികൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം ഉദ്ഘാടനം ചെയ്യും. പരമാവധി സുതാര്യതയാണ് രാജ്യത്തെ വോട്ടർ പട്ടിക തയ്യാറാക്കലിന്റെ മുഖമുദ്രയെന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ബഹിരാകാശ ദൌത്യത്തിന് ശേഷം ഇന്ത്യയിലെത്തിയ ഗ്രൂപ്പ് ക്യാപ്റ്റൻ ശുഭാൻശു ശുക്ലയ്ക്ക് ഡൽഹിയിൽ ഊഷ്മള സ്വീകരണം. പൊന്നിൻ ചിങ്ങത്തെ വരവേറ്റ് മലയാളികൾ. കൃഷിയുടെ സമസ്ത മേഖലകളിലും സംസ്ഥാന സർക്കാർ ഇടപെടുന്നുവെന്ന് കർഷക ദിനാഘോഷത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജമ്മുകാശ്മീരിലെ കത്വ ജില്ലയിൽ മേഘവിസ്ഫോടനത്തിൽ 7 മരണം. ഹിമാചലിൽ മിന്നൽ പ്രളയത്തിൽ വൻ നാശനഷ്ടം. കേരളത്തിൽ മഴ കനക്കുന്നു. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.